നമസ്കാരം കോമ്രേഡ്. ധർമ്മം, മതം, ആത്മീയത എന്നിവയെക്കുറിച്ചുള്ള ഈ ആഴമേറിയ അന്വേഷണത്തിലേക്ക് സ്വാഗതം. ഹിന്ദുമതം, ക്രിസ്തുമതം, യഹൂദമതം എന്നിവ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഇന്ന് പരിശോധിക്കാം. ഹിന്ദുമതം ഈ മതങ്ങളുടെ മാതൃതരമായിരിക്കുമോ? ക്രിസ്തുമതവും യഹൂദമതവും ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചതോ? ഈ രഹസ്യം അറിയാൻ ഈ വീഡിയോ മുഴുവൻ കാണുക. ഹിന്ദുമതം, ക്രിസ്തുമതം, യഹൂദമതം ബന്ധമുണ്ടോ? ചരിത്രകാരന്മാരും മത ഗവേഷകരും ഹിന്ദുമതം ലോകത്തിലെ ഏറ്റവും പഴമയുള്ള മതമായതിനാൽ ക്രിസ്തുമതത്തിലും യഹൂദമതത്തിലും അതിന്റെ സ്വാധീനമുണ്ടെന്നു പറയുന്നു. എന്നാൽ എങ്ങനെ? ഇത് മനസ്സിലാക്കാൻ അബ്രാഹം എന്ന വ്യക്തിയുടെ കഥയിൽ നിന്ന് നോക്കാം. അദ്ദേഹത്തെ യഹൂദ, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങളുടെ പിതാവായാണ് കണക്കാക്കുന്നത്. അബ്രഹാം ആരാണ്? അദ്ദേഹം യഥാർത്ഥത്തിലുണ്ടായിരുന്നു? അബ്രഹാമും അദ്ദേഹത്തിന്റെ ഭാര്യയായ സാറയും സാറ ഇന്ത്യയുമായി ബന്ധമുള്ളവരാണോ? അബ്രഹാം ആൻഡ് ബ്രഹ്മൻ ബന്ധമുണ്ടോ? പഴയ ഇന്ത്യൻ വേദ പാരമ്പര്യത്തിൽ പരമദൈവത്തെ ബ്രാഹ്മൻ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ബ്രാഹ്മൺ എന്ന പദത്തിനു മുന്നിൽ ചേർത്താൽ എന്താകും? ഏബ്രം. ഇതാണ് അബ്രാഹമിന്റെ ആദിനാമം. ഹിന്ദുമതത്തിൽ ബ്രഹ്മൻ എന്നത് പരമസത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മനെ അനുസരിച്ചിരുന്നവരെ ബ്രാഹ്മൻസ് എന്ന് വിളിച്ചു. അബ്രഹാം ഒരു ബ്രാഹ്മണനാണോ? അല്ലെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണ പാരമ്പര്യത്തിൽ നിന്നോ? അബ്രഹാം ബ്രഹ്മൻ, സാറ സരസ്വതി. ഹിന്ദു സമ്പ്രദായത്തിൽ സരസ്വതി ദേവി ജ്ഞാനത്തിനും വിദ്യാഭ്യാസത്തിനും ദൈവമായാണ് അറിയപ്പെടുന്നത്. ഇത് ഏതെങ്കിലും പരിചിതമായി തോന്നുന്നുണ്ടോ? അബ്രഹാമിന്റെ ഭാര്യയുടെ പേരും സാറ എന്നത് സരസ്വതിയുമായി ബന്ധമുണ്ടോ? അബ്രഹാം ബ്രഹ്മൻ സമ്പ്രദായത്തിൽ നിന്നോ? അവരുടെ ഭാര്യ സരസ്വതിയുമായി ബന്ധമുണ്ടോ? ഇത് വെറും കെട്ടുകഥയല്ല, പഴയ മതങ്ങളിൽ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം കാണിക്കുന്നു. ക്രിസ്തുമതവും യഹൂദമതവും ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചതോ? പുരാതന ഇന്ത്യ ആത്മീയ ജ്ഞാനത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു. കർമ്മ, ധർമ്മ, ആത്മാവ് എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ വേദങ്ങളിൽ, ബൈബിളിലും ഖുരാനിലും വന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആസായിത്വത്തിലുണ്ടായിരുന്നു. യഹൂദ മതപ്രവാചകർ അബ്രഹാം ഉൾപ്പെടെ വേദപാരമ്പര്യത്തിന്റെ സ്വാധീനത്തിലായിരുന്നു. അബ്രഹാം ഒരു ബ്രാഹ്മണനാണെങ്കിൽ സാറ സരസ്വതിയുമായി ബന്ധമുള്ള പേരാണെങ്കിൽ അബ്രഹാമിക മതങ്ങളുടെ മൂലാധാരം ഇന്ത്യ തന്നെയാണോ? വേദങ്ങൾ, ബൈബിള്, ഖുറാൻ പരസ്പര ബന്ധമുണ്ടോ? വേദങ്ങൾ ബൈബിളിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടവയാണ്. ഇവയിൽ ഭഗവതത്വം, നൈതിക ഉത്തരവാദിത്വം, സത്യം എന്നിവയൊക്കെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ഈജിപ്ത്, ഗ്രീസ് എന്നിവിടങ്ങൾ തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അതുവഴി ഹിന്ദു ആചാരങ്ങളും ധാർമ്മിക തത്വങ്ങളും അപ്രത്യക്ഷമായി യഹൂദ, ക്രിസ്ത്യൻ മതങ്ങളിൽ പ്രവേശിച്ചിരിക്കാം. മതങ്ങൾ ഒരേ സ്രോതസ്സിൽ നിന്നാണോ? മതങ്ങളെ വ്യത്യസ്തമായി കാണാതെ അവ ഒരേ ആത്മീയ അടിസ്ഥാനത്തിൽ നിന്നുണ്ടായിരിക്കാം എന്ന് കരുതുക. ഇതു മതങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിപ്പിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹിന്ദുമതം യഹൂദമതത്തിനും ക്രിസ്തുമതത്തിനും ആധാരമായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എഴുതുക. മതഗ്രന്ഥങ്ങൾ ആളുകൾ തിരുത്തിയിട്ടുണ്ടോ? ബൈബിളിലും ഖുറാനിലും ഉള്ള കാര്യങ്ങൾ ആദിമകാലത്ത് എഴുതിയത് കാലത്തിനനുസരിച്ച് മാറ്റപ്പെട്ടിരിക്കുമോ? ഒരു സത്യமான ദൈവം നിനക്ക് എന്നെ മാത്രം വിശ്വസിക്കാം, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകണം എന്ന് പറയും. എല്ലാവരും ദൈവത്തിന്റെ മക്കളായാൽ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും ഒരുപോലെയല്ലേ? മതഗ്രന്ഥങ്ങളിൽ ഉള്ള തെറ്റുകൾ നീക്കം ചെയ്യേണ്ട സമയമാണിത്. അതിനാൽ യഥാർത്ഥ ആത്മീയത തിരിച്ചറിയുക. ഇന്ത്യൻ ഐക്യം അത്യന്താപേക്ഷിതം. ഇന്ത്യക്കാർ ഒന്നിച്ച് ജീവിക്കണം. വിദേശികൾ ഇന്ത്യയിൽ കലാപമുണ്ടാക്കരുത്. ഇന്ന് ചിലർ ഭാരത് മാതാ കി ജയ് അല്ലെങ്കിൽ വന്ദേ മാതരം പറയാൻ പോലും വിസമ്മതിക്കുന്നു. അവർ ഇന്ത്യയിൽ ജീവിക്കാൻ യോഗ്യരാണോ? അവർ ഇതിനെക്കുറിച്ച് സ്വയം ചിന്തിക്കണം. ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതിനുമുമ്പ് പുരാതന ഭാരതീയ ജ്ഞാനം മനസ്സിലാക്കാൻ ശ്രമിക്കാം.